ദൈവത്തിന് സ്തുതി. ഞാൻ ഒരു കാലിക്കുടവുമായിട്ടാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് ട്രെയിൻ കയറി ഇതുവരെ വന്നത്. എനിക്ക് ജ്ഞാനത്തെക്കുറിച്ചാണെങ്കിൽ യാതൊരു ബോധ്യവും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ബ്രദറിൻ്റെ ജ്ഞാനത്തിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഇത്രയും നാൾ ഈ 67 വർഷക്കാലം ഞാൻ ജീവിച്ചത് എൻ്റെ സ്വന്തം ബുദ്ധിയിലും ഇച്ഛയിലും എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്കുണ്ടായിരുന്നത്. അത് മാറി ദൈവത്തിൻ്റെ ശക്തിയാലാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്താലാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം ഇവിടുത്തെ ധ്യാനത്തിലൂടെ എനിക്ക് ലഭിച്ചു. അതുകൂടാതെ എനിക്ക് പാപത്തെക്കുറിച്ച് പേടിയുള്ള ഒരു അനുഭവമായിരുന്നു. കാരണം കർത്താവ് പാപികളെ തേടി വന്നു. ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപിയെ തേടിയാണ് വന്നു എന്ന് പറയെങ്കിലും ഈ ശുദ്ധീകര സ്ഥലവും നരകവും ദൈവം ശിക്ഷിക്കുമെന്നുള്ള ആ ഒരു പേടിയുമൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതും ഈ ധ്യാനത്തിൻ്റെ ക്ലാസ്സിലൂടെ എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവം കാരുണ്യവാനായ ദൈവമാണെന്നും നമ്മുടെ പാപങ്ങളാണ് കുരിശിൽ ദൈവം ജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മളെ ജീവനിലേക്ക് നയിക്കാൻ തന്നതുമാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് തന്നു. അതുപോലെ ആദ്യത്തെ ദിവസം എന്തെങ്കിലും പറയാൻ ബ്രദർ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയി. ഊണ് കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഇവിടെ ഇറങ്ങി വരുമ്പം എൻ്റെ മനസ്സിൽ ചിന്തിച്ച് രക്ഷപ്പെട്ടു, ഇന്നത്തെ ദിവസം ഇനി എനിക്കൊന്നും പറയേണ്ടി വരില്ല എന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പം പെട്ടെന്ന് വഴിയിൽ ഇവിടെ നിന്ന് ആരെയോ കയ്യിൽ നിന്ന് പോയതായിരിക്കും, അത് പെട്ടെന്ന് ഇങ്ങനെ കയ്യിലെടുത്തപ്പം എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് എന്നുള്ള ഒരു വചനം. അപ്പം ഞാൻ ഈശോയെ നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ഈശോയോട് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. എന്നിട്ട് ഇപ്പുറത്ത് തിരിച്ചു നോക്കുമ്പം പെദ്രോ അരിപ്പയുടേതാണ് പ്രാർത്ഥന. ആത്മാവ് ഭീരുത്വമാർന്ന് എതിർത്താലും അങ്ങയെ പ്രഘോഷിക്കാൻ എന്നെ നിർബന്ധിക്കണമേ എന്ന പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന. അപ്പം എന്നിലുള്ള ആത്മാവ് ഭീരുത്വമാർന്ന് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ലാതെ എൻ്റെ ആത്മാവ് ഭീരുത്വമാർന്ന് ഇരിക്കുകയായിരുന്നു. അപ്പം ഈ പ്രാർത്ഥനയും കൂടെയാണ് എനിക്കിവിടെ വന്ന് സംസാരിക്കാൻ ഒരു പ്രചോദനം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ഇനി നെയ്യാറ്റിൻകരയോട്ട് കൊണ്ടുപോകുന്ന കുടം വക്കോളം എത്തിയില്ല എങ്കിലും ഇങ്ങനെ നിറയാൻ പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നു. അതിന് ഞാൻ ബ്രദറിനും നന്ദി പറയുന്നു, ദൈവത്തിനും നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലോട്ട് എന്നെ നയിച്ച നെയ്യാറ്റിൻകര സോണിലുള്ളവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ നന്ദി പറയുന്നു. Praise the Lord.